ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മർച്ചന്റ് നേവിയുടെ ഒരു വേക്കൻസിയാണ്. ഈ വേക്കൻസിയുടെ ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 10 തീയതി മെയ് 10 തൊട്ട് തുടങ്ങി. അത് കണക്ക് തന്നെ ലാസ്റ്റ് ഡേറ്റ് 10 ജൂൺ വരെയുണ്ട്. 10 മെയ് തൊട്ട് ഒരു മാസത്തെ സമയമാണ്. റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട് ഇതിനകത്ത്. ഇത് ജൂണിലാണ്, ടെൻറ്ററ്റീവ് ആണ്. ഡേറ്റ് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. റിസൾട്ട് ഡേറ്റ് 5 days ആഫ്റ്റർ ദ എക്സാമിനേഷൻ. ടെൻറ്ററ്റീവ് ആണ്. എപ്പോൾ എക്സാം നടക്കുന്നോ അത് 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുമെന്നാണ്. പക്ഷെ നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് 1-2 കാര്യങ്ങൾ എനിക്ക് സംസാരിക്കുവാനുണ്ട്. കാര്യം അത് വളരെ ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങളാണ്. നിങ്ങളോട് 2-3 കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. കാര്യം മർച്ചന്റ് നേവി എന്നുള്ളത് തന്നെ പലപ്പോഴും വീഡിയോ ഇടുന്നതല്ല, പലരും വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ചിലർ പറയും മർച്ചന്റ് നേവിയിൽ ഇങ്ങനെ ഇന്റർവ്യൂ നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 100 രൂപ നിങ്ങളുടെ പരീക്ഷ ഫീസ്, എക്സാം ഫീസ് വാങ്ങിക്കുന്നുണ്ട്. ബാക്കിയുള്ള എനിക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ബാക്കി അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഈ 2-3 കാര്യങ്ങൾ നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അതിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ അവര് ഇത് ആപ്ലിക്കേഷൻ വാങ്ങിച്ചിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയും നിങ്ങൾ ഇത് ഇന്റർവ്യൂ നിങ്ങളുടെ നടത്തും. ഇന്റർവ്യൂ നടത്തി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ പൈസ ചോദിക്കും. അക്കാഡമി ആയതുകൊണ്ട് അവർ നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫീസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഒന്നാമത്തെ അതാണ്. രണ്ടാമത് ചിലരൊക്കെ പറയുന്നത് കേൾക്കാൻ ഞാൻ പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. മർച്ചന്റ് നേവിയിൽ ഇങ്ങനെ ഉള്ള ഒരു വേക്കൻസി അല്ലെങ്കിൽ ഇങ്ങനെ ഇത് വരത്തില്ലെന്ന്. അതല്ല, മർച്ചന്റ് നേവിയിൽ വേക്കൻസി വരും. പക്ഷെ മെയിൻ പ്രശ്നം ഇതാ, സീ ലൈൻ മറൈറ്റൈം അക്കാഡമി എന്നുള്ളിടത്ത് അവരുടെ ഒരു സ്റ്റുഡന്റിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആയിരിക്കും. ചിലപ്പോൾ അവര് പഠിപ്പിച്ചിട്ട് ജോലി തരാനുള്ള ഒരു പദ്ധതി ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ ഒരു മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ 4-5 കാര്യങ്ങൾ റെഡി ആക്കിക്കൊണ്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഇരിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ ഒന്ന് ഓൺ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ലിങ്കിൽ വന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുവാനുള്ള ഒരു വെബ്സൈറ്റ്, നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ 4-5 കാര്യങ്ങൾ, ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം, അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു പേജിൽ വരുമ്പോൾ ഞാൻ തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിൽ വരുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ ഫോം ഫോർ മർച്ചന്റ് നേവി വൈ SMA എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. ഇവിടെ നിങ്ങൾ എൻട്രി ചെയ്യുക. ഇവിടെ 4 കാര്യം: ആപ്ലിക്കേഷൻ ഫോം, യുവർ ആപ്ലിക്കേഷൻ നമ്പർ, പേ ആപ്ലിക്കേഷൻ ഫീസ്, ചെക്ക് അഡ്മിറ്റ് കാർഡ്. ഇത്രയും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ കിട്ടും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ നോക്കുക, ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്, പേ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, ചെക്ക് അഡ്മിറ്റ് കാർഡ്. നിങ്ങൾ ഈ ഫോൺ നമ്പർ കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ കാൻഡിഡേറ്റ് നെയിം കൊടുക്കണം, എൻട്രി കൊടുക്കണം. ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്, ഞാൻ താഴോട്ട് വരികയാണ്. ഇവിടെ നിങ്ങൾ അതായത് പിൻകോഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ 4-5 കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിട്ടുണ്ട്. ഒന്നാമതായിട്ടുള്ളതാണ് അപ്ലോഡ് യുവർ പാസ്പോർട്ട് സൈസ് പിക്ചർ. JPG പിക്ചർ ആയിരിക്കണം. മിക്ക ഫോട്ടോയും JPGയിലാണ് വരുന്നത്. അപ്പം ആ നിങ്ങളുടെ ഒരു ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ മൊബൈലിലെടുത്ത് അത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെല്ലാം ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾ സേവ് ചെയ്തുകൊണ്ട് വേണം ഇത്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് ആയിട്ട് പറയുന്നത് അപ്ലോഡ് യുവർ ക്ലാസ് 10th സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി അത് കണക്ക് തന്നെ 10th ക്ലാസിന്റെ ഒരു രീതിയിൽ വെച്ച് അപേക്ഷിച്ചവർക്ക് 10th കൊടുത്താൽ മതി. അപ്പം ഈ ചില പോസ്റ്റിനകത്ത് 12ാം ക്ലാസ്സുകാരുടെ ഉണ്ട്. അപ്പൊ ആ 12ാം ക്ലാസ്സുകാരുടെ ഉള്ളപ്പോഴത്തേക്ക് അപ്ലോഡ് യുവർ ക്ലാസ് 12th സർട്ടിഫിക്കറ്റോ, അതായത് 12th ക്ലാസ്സിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ വെച്ച് അപ്ലൈ ചെയ്യുന്നവര് 10th ക്ലാസിന്റെയും 12th ക്ലാസിന്റെയും നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഒന്നായി അപ്ലോഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയായി, പിന്നെ 10th ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ്, 12th ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ചിലത് ITI, ചിലത് 10th ക്ലാസ് പാസ്, പിന്നെ ITIയുടെ പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ITIയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം.
പിന്നെയുള്ളത് നിങ്ങളുടെ ആധാർ കാർഡ്. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ 10th ക്ലാസ് സർട്ടിഫിക്കറ്റ്, 12th ക്ലാസ് സർട്ടിഫിക്കറ്റ്, ITI സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇത്രയത്തിന്റെ നിങ്ങൾ JPG, എല്ലാം JPG ഫയലായിരിക്കും. JPG ഫയലാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഇത്രയത്തിന്റെ ഫോട്ടോ നിങ്ങൾ എടുത്തുകൊണ്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കരുതിക്കൊണ്ട് അപ്ലൈ ചെയ്യുക. അപ്പം ഇനി നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ പോസ്റ്റാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഫീമെയിൽ മറൈറ്റൈം മർച്ചന്റ് നേവി എന്നാണ് ഇവർ ഇതിന്റെ പേര് പറയുന്നത്. Application are invited merchant navy recruitment 2025 for all over India. All eligible candidate apply for merchant navy new vacancy 2025 by online mode. All applicant must fulfill the essential requirement of the post and other conditions stipulated in the advertisement. They are advised to sanctify themselves before applying that they possess at least the essential qualification laid down for the post. നിങ്ങൾ ഇതിന്റെ ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ എങ്കിലും ഉള്ളവരായിരിക്കണം ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ എന്നാ പറയുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ, നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കി വേണം നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ. മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഏജ് എന്തൊക്കെ വേണമെന്ന് നോക്കി. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 17.5 വയസ്സ് വരെ ആയിരിക്കണം. അത് കണക്കിന് മാക്സിമം 27 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ചില പോസ്റ്റുകൾക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ താഴെ പറയുന്നതായിരിക്കും. ഏജ് കാൽക്കുലേറ്റ്, ഈ ഒരു ഡേറ്റ് വെച്ച് വേണം നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് 17.5 വയസ്സും 27 വയസ്സിനും അകത്തുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. പോസ്റ്റ് നെയിം പറയുന്നുണ്ട്, ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, സാലറി ക്വാളിഫിക്കേഷൻ ഒക്കെ പറയുന്നുണ്ട്. ഡെക്ക് റേറ്റിംഗിന്റെയാണ് ഒന്നാമത്തെ ഒരു ഇതെന്ന് പറയുന്നത്. ഡെക്ക് റേറ്റിംഗ് അതിന്റെ 17.5 തൊട്ട് 25 വയസ്സ് വരെയാണ് നിങ്ങളുടെ ആ ഒരു ഏജ് ലിമിറ്റ്. 50,000 തൊട്ട് 85,000 വരെ ഇതിന്റെ സാലറിയാണ്. 10th ക്ലാസ് പാസ്സായവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തേതാണ് എൻജിൻ റേറ്റിംഗ്. എൻജിൻ റേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ 17.5 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഇതിന്റെ 40,000 തൊട്ട് 60,000 വരെ ഇതിനകത്തും 10th പാസ്സുകാർക്ക് അപേക്ഷിക്കാൻ പറ്റും. പിന്നൊന്ന് സീമാനാണ്, അത് 17 തൊട്ട് 25, 17.5 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. 38,000 തൊട്ട് 55,000 വരെയാണ് ഇതിന്റെ സാലറി. 12th പാസ്സുകാർക്ക് ആണ് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇനി മറ്റൊന്നാണ് ഇലക്ട്രീഷ്യൻ. ഇലക്ട്രീഷ്യന്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 17.5 തൊട്ട് 27 വയസ്സ് വരെയാണ്. 60,000 ആണ് ഇതിന്റെ ശമ്പളം. 60,000 തൊട്ട് 90,000 വരെയാണ് ഇതിന്റെ ശമ്പളം. 10th പാസിന് ഇതിനകത്ത് 10th പാസ് പ്ലസ് ITI ഇലക്ട്രീഷ്യനിൽ പാസ്സായവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ബിൽഡർ ഹെൽപ്പർ ഇതിനും 17.5 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെ ഇതിന്റെ ഏജ് ലിമിറ്റ് ഉണ്ട്. 50,000 തൊട്ട് 85,000 രൂപ വരെയാണ് സാലറി. 10th പാസ് പ്ലസ് ITI ഇതിനകത്ത് പാസ്സായിരിക്കണം. മെസ് ബോയിയുടെ ഉണ്ട്. അടുത്തത് മെസ് ബോയ് എന്ന് പറയുമ്പോഴത്തേക്ക് 17.5 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയാണ്. 40,000 തൊട്ട് 60,000 രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാൻ സാധ്യതയുണ്ട്. 10th ക്ലാസ് പാസ്സായിരിക്കണം. ഇനി കുക്കിന്റെ ഉണ്ട്. അതും 17.5 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെ ആയിരിക്കണം. 40,000 തൊട്ട് 60,000 രൂപ ശമ്പളമുണ്ട്. അത് 10th ക്ലാസ് പാസ്സായിരിക്കണം. ഇത്രയൊക്കെയാണ്. ഞാൻ പോസ്റ്റ് നെയിം അല്ല ഇവിടെ ഒന്നുകൂടെ പറഞ്ഞ് ഇവിടെ ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇനി പോസ്റ്റ് നെയിം ഡെക്ക് റേറ്റിംഗ് 240 പോസ്റ്റ് ഉണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. പാസ്ഡ് 10th ഹൈസ്കൂൾ എക്സാമിനേഷൻ ഇൻ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഇൻ ഇന്ത്യ. അതായത് 10th ക്ലാസ് പാസ്സായവർക്ക് ഇത് ഡെക്ക് റേറ്റിംഗ്. എൻജിൻ റേറ്റിംഗിൽ 10th ക്ലാസ് പാസ്സായവർക്ക് ഹൈസ്കൂളിന്റെ ഉണ്ട്. 10th ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ പറ്റും. അതിന്റെ ഏജ് ഞാൻ നേരത്തെ പറഞ്ഞു. സീമാൻ 494 പോസ്റ്റ് ഉണ്ട്. ഇതിനകത്തും 17 തൊട്ട് 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. 12th ക്ലാസ് പാസ്സായിരിക്കണം. ഇലക്ട്രീഷ്യന്റെ 207 പോസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് 10th ക്ലാസ് പാസ്സായിരിക്കണം പ്ലസ് ITI. ഇനി ബെൽഡറിന്റെ ഉണ്ട്. ഇതിനകത്തും 10th ക്ലാസ് പാസ്സായിരിക്കണം. അത് കണക്ക് ITI 60 പോസ്റ്റ് ഉണ്ട്. മെസ് ബോയ് ഉണ്ട് 311 പോസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് 10th ക്ലാസ് പാസ്സായിരിക്കണം. എക്സാമിനേഷൻ റിക്വയർമെന്റ്സ് 17 തൊട്ട് 27 വയസ്സ് വരെ. കുക്കിന്റെ 43 പോസ്റ്റ് ഉണ്ട്. ഇതും 10th ക്ലാസ് പാസ്സായാൽ മതി നിങ്ങൾക്ക്. അപ്പം ഈ സാലറി ഞാൻ എല്ലാം പറഞ്ഞ്
ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫേസ് 1 ഷോർട്ട് ലിസ്റ്റിംഗ് ഫോം, നിങ്ങൾ അയക്കുന്ന ആപ്ലിക്കേഷൻ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഫേസ് 2 റിട്ടേൺ എക്സാം, അതിന്റെ ഒരു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഫേസ് 3 ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഫേസ് 3-4 ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഫേസ് 5 മെഡിക്കൽ എക്സാമിനേഷൻ. അത് കഴിഞ്ഞ ഉടനെ ജോയിനിങ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടും. ഇനി നെഗറ്റീവ് മാർക്കിംഗ്, നിങ്ങളുടെ എക്സാം നടക്കുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ടൈം ഡ്യൂറേഷൻ 120 മിനിറ്റ് ആണ്, അതായത് 2 മണിക്കൂറാണ്. ഒബ്ജക്റ്റീവ് നെയിം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പരീക്ഷ ജനറൽ അവയർനെസ് ആണ്, 25-ൽ 25 മാർക്കാണ്. സയൻസ് നോളേജ് 25-ൽ 25 മാർക്കാണ്. ഇംഗ്ലീഷ് നോളേജ് 25-25 മാർക്കാണ്. റീസണിങ് 25-25 മാർക്ക്. ടോട്ടൽ 100 മാർക്കിൽ 100 ക്വസ്റ്റ്യനിൽ 100 മാർക്ക്. ഇതിന് 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എവിടെങ്കിലും യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ മതി ജനറൽ അവയർനെസ് എന്താണ്, സയൻസ് നോളേജ് എന്താണ്, ഇംഗ്ലീഷ് നോളേജ് എന്താണ്, റീസണിങ് എന്താണെന്ന്. അവിടെ നിങ്ങൾക്ക് അത് കിട്ടും. അത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ഇത് അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്ലൈ ഓൺലൈൻ എന്നുള്ളതിന്റെ ഞാൻ ലിങ്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിങ്ക് തരും. അത് കണക്ക് തന്നെ നോട്ടിഫിക്കേഷന്റെ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടുന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അത് കണക്ക് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കമന്റ് ബോക്സ് കമന്റ് ചെയ്താൽ മതി. ഞാൻ അവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് ലിങ്ക് തരുന്നതായിരിക്കും. അപ്പൊ ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ നേരത്തെ ഒന്നുകൂടി നിങ്ങളോട് പറയുകയാണ്. അപ്പം ഈ ഒരു 5 കാര്യങ്ങൾ 2, 4, 5 കാര്യങ്ങൾ നിങ്ങൾ കരുതിക്കൊണ്ട് അപ്ലൈ ചെയ്യാവുള്ളൂ. ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കാൻഡിഡേറ്റിനെയും ഫാദറിനെയും എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നതെന്നുള്ള ഇവിടെ നിങ്ങൾ കൊടുക്കുക. ഇവിടെ മൊബൈൽ നമ്പർ ആൾറെഡി കൊടുത്ത്, ഇമെയിൽ ID കൊടുക്കുക, പിന്നെ ഹൗസ് നമ്പർ, വില്ലേജ് കൊടുക്കുക, പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് അത് കൊടുക്കുക, ഡിസ്ട്രിക്ട് ഏതാണെന്ന് കൊടുക്കുക, സിറ്റി സെലക്ട് ചെയ്യുക, സെലക്ട് സ്റ്റേറ്റ് ചെയ്യുക, പിൻകോഡ് കൊടുക്കുക. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th കൊടുക്കുക, ഇയർ ഓഫ് പാസിംഗ്, സബ്ജക്ട് എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു, 12th കോളേജ് അതിന്റെ ഇയർ ഓഫ് പാസിംഗ് എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു, സബ്ജക്ട് എന്തായിരുന്നു, ITI ഡിപ്ലോമ ഇയർ ഓഫ് പാസിംഗ് അതനുസരിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് ഈ പേ ആൻഡ് സബ്മിറ്റ് ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അവിടെ നിങ്ങൾ 100 രൂപയുടെ ആ ഒരു ഫീസ് നിങ്ങൾ ഇവിടെ ചെയ്യണം. ഇതിനായിട്ട് SC ST ബാക്കിയുള്ളവർക്ക് അത് കണക്ക് തന്നെ ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് all of you.